ഓക്കെ, കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതായത് 4 ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇതിൽ വന്നിട്ട് അക്കൗണ്ടിങ് ലിങ്ക്സ് ഡിസിഷൻ മേക്കർ വിത്ത് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് വിത്ത് ദി റിസൾട്ട് ഓഫ് ദെയർ ഡിസിഷൻ എന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിങ്കാണ്. അതായത് ഡിസിഷൻ മേക്കർ എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിലും ഡിസിഷൻ എടുക്കാനും, അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റി ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനും, പിന്നെ ആൻഡ് വിത്ത് ദ റിസൾട്ട് അതിൻ്റെ റിസൾട്ട് അറിയാം നമുക്ക് എന്തോ എങ്ങനെയൊക്കെയാണെന്നുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു 4 ലിങ്കായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അതിൻ്റെ ഒന്നാമത്തേന്ന് വെച്ചാൽ അക്കൗണ്ടിങ് പ്രോസസ്സാണ്. അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അക്കൗണ്ടിങ്ങിന് എന്താ പറയുക, ബിസിനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇത് വന്നിട്ട് എക്കണോമിക് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സംഭവങ്ങളാണ്. അതായത് പൈസയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ വന്നിട്ട് ആക്ഷൻ ഡിസിഷൻ എന്ന് വെച്ചാൽ ഡിസിഷൻസൊക്കെ എടുക്കാനായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാനല്ലോ. കമ്പനിയിൽ ഇപ്പോൾ കമ്പനി നഷ്ടത്തിലായാലും ലാഭത്തിലായാലും എന്തുമായാലും നമ്മൾ ഓരോ ഡിസിഷനൊക്കെ മേക്ക് ചെയ്യണം. കമ്പനി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യും. അതാണ്. പിന്നെ ഡിസിഷൻ മേക്കർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസ് എന്ന് വെച്ചാൽ ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. പുറത്തെ കാര്യങ്ങളും നമ്മൾ നോക്കും, അകത്തെ കാര്യങ്ങൾ പൈസ എങ്ങനെ വന്നു പോകുന്നു, അപ്പോൾ കമ്പനിയിൽ ഏതെങ്കിലും സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ഉള്ളിലും നമ്മൾ ഡിസിഷൻ എടുക്കാറുണ്ട്. പിന്നെ വന്നിട്ട് നമ്മളത് പുറത്ത് എടുക്കാനുള്ളത് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ, അതായത് വേറെ ഒരു കമ്പനിയായിട്ടുള്ള ഡീലിങ്ങും കാര്യങ്ങളും, പുറത്തെ പൈസയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തിൽ ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഇതെടുക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പല രീതിയിലും. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വരണം. ഓരോ കാര്യങ്ങളും നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മളപ്പോൾ അതൊക്കെ നോക്കണം. ആദ്യം ഇത് വരുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ കമ്മ്യൂണിക്കേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കർ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസർ, പിന്നെ എക്കണോമിക് ഈവൻറ്റ്സ്, അതിനാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, അതിപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് നോക്കാം. Future in 1970, the accounting principle of board of AICPA started that the function of accounting is to provide quantitative information. എന്ന് വെച്ചാൽ ഈ 1970 അക്കൗണ്ടിങ് പ്രിൻസിപ്പൽ ബോർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ലോഞ്ച് ആയത്. ഓക്കെ, AICPA സ്റ്റാർട്ടഡ് അപ്പോഴാണ് തുടങ്ങിയത്. ദാറ്റ് ദി ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. അതിൻ്റെ ഓരോരോ ഫങ്ഷൻ വെച്ച പ്രവർത്തനം തുടങ്ങിയത്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ കണക്കുകളൊക്കെ തുടങ്ങിയത് ആ ഒരു സമയത്തായിരുന്നു, ആ ഒരു വർഷത്തിലാണ് തുടങ്ങിയത്. പിന്നെ ഫിനാൻഷ്യൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഫിനാൻസ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എബൌട്ട് എക്കണോമിക് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ. നമുക്ക് പുറത്തായാലും ഓരോരോ സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ സാമ്പത്തികമായിട്ട്. ഇപ്പോൾ നമ്മൾ മുത്തൂറ്റ് അങ്ങനെ പല പല സ്ഥാപനങ്ങളുണ്ടല്ലോ. ഫിനാൻഷ്യലി ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ടു ബി യൂസ്ഫുൾ ഇൻ മേക്കിംഗ് എക്കണോമിക് ഡിസിഷൻ എന്ന് വെച്ചാൽ അത് ഉറപ്പായിട്ടും നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, മേക്കിംഗ് എക്കണോമിക് ഡിസിഷൻ, എക്കണോമിക്കലായിട്ടുള്ള ഡിസിഷൻസൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്കത് വളരെ യൂസ് ആവും. എന്ന് വെച്ചാൽ നമുക്ക് പൈസ കുറവുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും, പൈസ കുറച്ച് നമുക്ക് ലോൺ എടുക്കണം. അങ്ങനെയൊക്കെ പ്രൈവറ്റ് ബാങ്ക്സ്, അങ്ങനെ ഓരോ ബാങ്ക്സൊക്കെ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ മേടിക്കും. അതൊക്കെയാണ് ഈ പറയുന്നത്. Thus the definition contains the essential characteristic. ഇത് വന്നിട്ട് ഇതിന് കുറേ 4 essential characteristic ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്കണോമിക് ഈവൻറ്റ്സ്, രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തെ ഓർഗനൈസേഷൻ, നാലാമത്തെ ഇൻട്രസ്റ്റഡ് യൂസർ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. എക്കണോമിക് ഈവൻറ്റ്സ്. ആൻഡ് എക്കണോമിക് ഈവൻറ്റ്സ് ഈസ് ദി ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ് ടു എ ബിസിനസ് എൻറ്റിറ്റി. എക്കണോമിക് ഈവൻറ്റ്സ് ക്യാൻ ബി എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ എക്കണോമിക് ഈവൻറ്റ്സ് അത് തുടങ്ങുന്ന തന്നെ കോൺസിക്വൻസസ്, ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്താനായിട്ടാണ് നമ്മൾ ഈ എക്കണോമിക്, അതായത് സാമ്പത്തികം. ബിസിനസ്സിൽ മെയിൻ പ്രശ്നം സാമ്പത്തികമാണല്ലോ. അപ്പോൾ അതെന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്ക് പൈസ ഇല്ല ബിസിനസ് നടത്താൻ, അതൊക്കെ ഡീൽ ചെയ്യാനായിട്ടാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇൻറ്റേർണലും എക്സ്റ്റേണലും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
ആദ്യം നമുക്ക് എക്സ്റ്റേണൽ ഈവൻറ്റ്സ് നോക്കാം. ആൻഡ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ഇൻവോൾവ് ദി ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more എൻറ്റിറ്റി. അതായത് ഒന്നോ രണ്ടോ കൂടുതൽ ആയിട്ടുള്ള എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇൻവോൾവ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് സംതിങ് വാല്യൂസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഗൂഡ്സ് പർച്ചേസ് ചെയ്യുന്നതോ പൈസയുടെ കാര്യം എന്തോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. 2 or more എൻറ്റിറ്റി എന്ന് വെച്ചാൽ 1-2 കൂടുതൽ സ്ഥാപനങ്ങളുമായിട്ടുള്ള കണക്ഷൻസിനെയാണ് പറയുന്നത്. ഫോളോയിങ് ആർ സം ഓഫ് എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് വെച്ചാൽ പർച്ചേസ് ഓഫ് ഗൂഡ്സ് ഫ്രം എ സപ്ലയർ. ഇപ്പം നമ്മൾ സപ്ലയർ എടുത്തുകൊണ്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുക. സെയിൽ ഓഫ് ഗൂഡ്സ് ടു എ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ വിൽക്കുക, കസ്റ്റമർക്ക് വിൽക്കുക, മേടിച്ച സാധനം വിൽക്കുക. നമ്മൾ റെസിപ്റ്റ് ഓഫ് ഇൻകം ബൈ വേ ഓഫ് കമ്മീഷൻ. നമ്മൾക്ക് എന്തെങ്കിലും കമ്മീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ്, ഇതൊക്കെയാണ് കോമൺലി നമ്മൾ എക്കണോമിക് ഈവൻറ്റ്സിൽ വരുന്നത്, ഇൻറ്റേർണലായിട്ട് വരുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ആണ് ഇത് വരുന്നത്. നെക്സ്റ്റ് അടുത്തത് ഇൻറ്റേർണൽ ഈവൻറ്റ്സ് നോക്കാം. ആൻഡ് ഇൻറ്റേർണൽ ഈവൻറ്റ്സ് ഈസ് ആൻ എക്കണോമിക് ഈവൻറ്റ്സ് വിച്ച് ടേക്ക് പ്ലേസ് എൻറ്റയർലി വിത്തിൻ ദ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഇത് കമ്പനിയുടെ അകത്ത് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം ദി സ്റ്റോർ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇപ്പോൾ എന്താ പറയുക കമ്പനിക്കകത്ത് തന്നെ നടക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽ മേടിച്ച് നമ്മൾ സ്റ്റോറിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോറിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ, അതായത് പണി നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഈ മെറ്റീരിയൽ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പനിക്കകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. സപ്ലൈ ഓഫ് സ്റ്റേഷനറി ഐറ്റം ടു ഓഫീസ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ നമ്മൾ ഓഫീസിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ റിട്ടേൺ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. തിരിച്ചെന്തെങ്കിലും ബാലൻസോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് സ്റ്റോറിലേക്ക് തന്നെ അയക്കുക. പിന്നെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ഓഫ് എംപ്ലോയീസിൻ്റെ വേജസ് ഒക്കെ കൊടുക്കാനായിട്ട്, അതൊക്കെ കമ്പനിക്കകത്ത് തന്നെ നടക്കുന്ന കാര്യമാണ് ഇൻറ്റേർണൽ വരുന്നത്. പുറത്താണെങ്കിൽ എക്സ്റ്റേർണൽ വരും, അകത്താണെങ്കിൽ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ അതാണ്. ഇതൊക്കെ രണ്ടാമത്തെ നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ, ഇറ്റ് മീൻസ് ഡിറ്റർമൈനിങ് ഓർ ഐഡൻറ്റിഫൈയിങ് ഈവൻറ്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദി ബിസിനസ്. എന്ന് വെച്ചാൽ ഇത് ഓരോ ഐഡൻറ്റിഫിക്കേഷൻ വെച്ചാൽ ഓരോ ഈവൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഏതിലാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക ബിസിനസ്സിൽ. ഇപ്പോൾ പെൻസിലാണ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പെൻസിലാണെങ്കിൽ അത് ഏതിലാണ് വരുന്നത് എന്ന് വെച്ചാൽ ആ കാറ്റഗറിയിൽ റെക്കോർഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് പ്രോഡക്റ്റാണ്, ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അവിടെ നോക്കിയിട്ട് നമ്മൾ ബിസിനസ്സിൽ ഇടുക. ഇറ്റ് ഇംപ്ലൈസ് ഒബ്സർവിങ് ആൻഡ് സെലക്ടിങ് ദോസ് ഈവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റി വിച്ച് ഫ്രം ദി എന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഇത് ഇംപ്ലിഫൈ ഒബ്സർവ് ഏത് സാധനം ഏതാണ്, അപ്പോൾ അതിനെ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഈവൻറ്റ്സ്, ആക്ടിവിറ്റി, ഓക്കെ, വിച്ച് ഫ്രം ദി. അപ്പോൾ ഇത് വന്നിട്ട് എവിഡൻസ് ഓഫ് സച്ച് ആക്ടിവിറ്റീസിൻ്റെ എവിഡൻസ് ആണ്. തസ് ദി വാല്യൂ ഓഫ് വർക്ക് ഫോഴ്സ് ഓർ ചേഞ്ച് ദി മാനേജീരിയൽ അപ്പോൾ നമ്മൾ വർക്കിൻ്റെ വാല്യൂസൊക്കെ നോക്കും, ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന്. അതിൻ്റെ വർക്ക് ഫോഴ്സ് ഓഫ് ചേഞ്ച് ഇൻ മാനേജീരിയൽ പോളിസി, മാനേജീരിയലായിട്ടുള്ള പോളിസീസൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈവൻ ത്രൂ ദേ ആർ ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. ഇതൊക്കെ നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യത്തില്ല. അത് നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് ഫോഴ്സ്, അതിൻ്റെ ഇത് ചെയ്യുന്നു സെലക്ടിങ് ഈവൻറ്റ്സ്, ഓരോ ആക്ടിവിറ്റീസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുക, അതൊക്കെ നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കില്ല, അതൊക്കെ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മളത് കാണിക്കത്തില്ല. അതുപോലെയാണ് ഇത്. They are not important to business. However, when a company make a cash purchase or sales, it recorded in the books of accounts. Cash purchaseും സെയിൽസും ഒക്കെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ അടുത്തത് മെഷർമെൻറ്റ്, രണ്ടാമത്തെ. ഇറ്റ് മീൻസ് ക്വാളിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ബൈ എക്സ്പ്രസിങ് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി യൂണിറ്റ്. എന്ന് വെച്ചാൽ ഈ ക്വാണ്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ അത് ബിസിനസ് ട്രാൻസാക്ഷനിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും എന്ന് വെച്ചാൽ പണം സംബന്ധിച്ചുള്ള കാര്യമാണത്. ഓക്കെ, നമ്മളത് എക്സ്പ്രസിങ് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി യൂണിറ്റ് എന്ന് വെച്ചാൽ പണം സ്ഥാപനക്കാരുമായിട്ട് നമ്മൾ ഒരു ഇത് വെക്കും, ഒരു പ്രതി ഇടപാടുകളൊക്കെ ഉണ്ടാവും നമുക്ക് സ്ഥാപനക്കാരുമായിട്ട്. എക്സാമ്പിൾ റുപ്പീസ്, പൈസ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് ആൻ ഈവൻറ്റ് കനോട്ട് ബി മോണിറ്ററിലി എക്സ്പ്രസ്ഡ്, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമുക്കത് പണം ഇതായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ഫോർ റെക്കോർഡിങ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. അപ്പോൾ അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പൈസയുടെ കാര്യമാണെങ്കിൽ മാത്രം അത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ, സൈനിങ് ഓഫ് കോൺട്രാക്ട് ആർ നോട്ട് റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ നമുക്ക് ഒരു മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം, നമുക്കത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റത്തില്ല. ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുക, അത് കാണിക്കാൻ പറ്റത്തില്ല.
ആർ നോട്ട് റെക്കോർഡ്. അതൊന്നും നമ്മൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്ന മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതാണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞത്. റെക്കോർഡിങ് ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് എക്കണോമിക് ഈവൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ഏതൊക്കെയൊന്ന് മെഷർമെൻറ്റ് ചെയ്തു, പൈസയുടെ കാര്യം ഏതൊക്കെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേ ആർ റെക്കോർഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്ക് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. നമുക്കിപ്പോൾ എന്താ പറയുക, ഓരോ ഓർഡറിനനുസരിച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡേറ്റ് വൈസ് നോക്കും. ഇപ്പോൾ ഈ പെൻസിൽ വന്നിട്ട് ഇന്നത്തെ ഡേറ്റിനാണ് മേടിച്ച് ഇന്നൊരു പേന മേടിച്ചുവെങ്കിൽ നമ്മൾ ആദ്യം പേന റെക്കോർഡ് ചെയ്യത്തില്ല, പെൻസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഡേറ്റിലേക്ക് എന്തൊക്കെയാണോ അത് റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡേറ്റിലേക്ക് വരിക. അതാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റിലെ കമ്മ്യൂണിക്കേഷൻ. ആഫ്റ്റർ ബീയിങ് ക്ലാസിഫൈഡ്, മെഷേർഡ് ആൻഡ് റെക്കോർഡഡ്, ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ പ്രോപ്പർ ഫോം ടു മാനേജ്മെൻറ്റ് ആൻഡ് അതർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ യൂസ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. നമ്മളിപ്പോൾ എത്ര ക്ലാസിഫൈ, മെഷർമെൻറ്റ് ആൻഡ് റെക്കോർഡ് ഇതൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണം. പൈസയുടെ കാര്യത്തിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും ഏത് കാര്യത്തിലായാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാനേജ്മെൻറ്റ്, എല്ലാ സ്ഥാപനത്തിലും ഓരോ മാനേജ്മെൻറ്റ് ഉണ്ടാകും. അവരുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻറ്റേർണലും വരും, എക്സ്റ്റേർണലും വരും. ഇപ്പോൾ പുറത്തെ കാര്യങ്ങളായാലും അകത്തെ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ഡൺ ത്രൂ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. ഇതൊക്കെ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇൻറ്റേർണലും എക്സ്റ്റേർണലും പ്രോപ്പർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പെൻസിൽ നമ്മൾ എഴുതാൻ വിട്ടുപോയി അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ നമുക്ക് റിപ്പോർട്ടിൽ അത് മാറ്റം വരും, വ്യത്യാസം വരും നമുക്കത്. കാരണം വെച്ചാൽ നമുക്കത് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലായിപ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്നുവെച്ചാൽ ഒരു മിസ്റ്റേക്സ് എന്തെങ്കിലും വരും, ഈ പെൻസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ കാണിക്കും. നമുക്കത് പ്രോപ്പർ വേ ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ദ മോസ്റ്റ് കോമൺ റിപ്പോർട്ട് ആർ ഇൻ ദി ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സച്ച് ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതൊക്കെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് കോമൺ റിപ്പോർട്ട്സ് ആദ്യം ഇത് ഫോം ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, നമുക്കപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും സച്ച് ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിലുമാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെയിൽസ്, പർച്ചേസ്, എക്സ്പെൻസ്, ഇൻകം, പിന്നെ അസറ്റ്, ലയബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റിലൊക്കെ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നമ്മുടെ കമ്പനി ഏതൊക്കെയാണ് നമുക്ക് ഈക്വലായിട്ട് ടാലിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയാൽ കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസിലാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ എത്ര നമുക്ക് അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, എത്ര ബാധ്യതകളുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കിയത്. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ട് ഓർഗനൈസേഷനാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂന്നാമത്തെ ഓർഗനൈസേഷനാണ്. ഇറ്റ് മീൻസ് ദ എൻറ്റിറ്റി വിച്ച് സ്റ്റാൻഡ്സ് ഫോർ പെർഫോമിങ് ബിസിനസ് ആക്ടിവിറ്റി ഐദർ ഫോർ പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് എന്ന് വെച്ചാൽ പല രീതിയിലും ബിസിനസ്സുകളുണ്ട്. പ്രോഫിറ്റും ഉണ്ട്, നോൺ പ്രോഫിറ്റും ഉണ്ട്. അതായത് ഇപ്പോൾ ആശ്രമം, അനാഥാലയം ഇതൊക്കെ നമുക്ക് നോൺ പ്രോഫിറ്റാണ്. പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല അവർ തുടങ്ങുന്നത്. അല്ലാതെ ചുമ്മാ ഒരു ഇതിന് വേണ്ടി പുണ്യപ്രവർത്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നത്. സോ അതാണ് നമ്മൾ ഈ പറയുന്നത്. ബിസിനസ് ആക്ടിവിറ്റി ക്യാൻ ബി അണ്ടർടേക്കൺ ബൈ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇൻ സൂസ് ദ റിക്വയർമെൻറ്റ്സ്. ഇവർക്ക് അപ്രോപ്രിയേറ്റ്, ഇവർക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടത്, എങ്ങനത്തെ ഏതാ വേണ്ടതെന്നുള്ളത്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് സൂട്ട് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ എടുക്കുക. പ്രോഫിറ്റ് വേണോ, ഇപ്പോൾ ഒരാൾ കമ്പനി തുടങ്ങുമ്പോഴത്തേക്ക് അയാൾക്ക് പ്രോഫിറ്റ് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്, അതോ അല്ലാതെ തുടങ്ങുവാണോ എന്നൊക്കെ അയാൾക്കല്ലേ അറിയത്തുള്ളൂ. സോ അയാളുടെ ആ ഒരു ഇതുപോലെ അയാൾക്കല്ലേ അറിയത്തുള്ളൂ എന്തുവാ തുടങ്ങേണ്ടതെന്ന്. സോ അപ്പോൾ അതുപോലെയാണ് അയാൾ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റാണ് വേണ്ടെങ്കിൽ അയാൾ അങ്ങനെ തുടങ്ങും, നോൺ പ്രോഫിറ്റാണ് വേണ്ടെങ്കിൽ അതുപോലെ. അപ്പോൾ അതാണ് ഇറ്റ് ക്യാൻ ബി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കമ്പനി എക്സെട്ര. ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഒരാൾ മാത്രമായിട്ട് ബിസിനസ് നടത്തുന്നു. അയാളുടെ മാനേജറും എം ഡി എല്ലാം അയാൾ തന്നെയായിരിക്കും. ഒരാൾ മാത്രമായിരിക്കും, ഡിസിഷൻ എടുക്കാനൊന്നും വേറെ ആരും കാണത്തില്ല. അപ്പോൾ ചെറിയ കമ്പനികൾക്കൊക്കെയാണ് നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വരുന്നത്. പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ 2, 3, 4, 5 അതിൽ കൂടുതൽ ആൾക്കാർ വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ ഈ ബാങ്കൊക്കെ കാണും, സൊസൈറ്റി പോലത്തെ എല്ലാ ബാങ്കുകളും അതൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ കമ്പനി എന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ ഉള്ള കമ്പനി. ചിലതിനൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് വേണ്ട, ചിലതിനൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് വേണ്ടിയിട്ട് തുടങ്ങുന്ന ആൾക്കാരും ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ 3 നമ്മൾ ഇന്ന് നോക്കിയത്. സോ 4ാമത്തെ നമുക്ക് വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ എല്ലാം കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും 4ാമത്തെ നോക്കാം. ഓക്കെ, അത് കുറച്ച് ലെന്തി ആയിട്ടുണ്ട്, കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലിപ്പോൾ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉടനെ എനിക്ക് റിപ്ലൈ അയച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, എല്ലാം കൂടി പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല മക്കളെ. കുറേശ്ശെ ആയിട്ട് വേണം നിങ്ങൾക്ക് പഠിക്കാൻ. എന്നാലേ നിങ്ങൾക്ക് അക്കൗണ്ടൻസി എന്തുവാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അക്കൗണ്ടൻസി എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ് പഠിക്കാനായിട്ട്. അത് തന്നെ നമുക്ക് തോന്നും ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമുക്കത് പഠിച്ച് വരുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇത്രയേ ഉള്ളൂ, ഈസിയാണെന്ന്, വെരി സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, ഇംഗ്ലീഷ് മാസ്റ്റർ 2024. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും മോട്ടിവേഷനിലും പിന്നെ ഗ്രാമറിൻ്റെ ക്ലാസ്സുമാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലും ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് എൻ്റെ ആ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഈ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ടൻസി പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് നിങ്ങൾ എൻ്റെ ഈ 2 ചാനലും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കുന്നുണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.